നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്നലെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യയുടെ ഗുസ്തി താരങ്ങൾ. എന്നാൽ പോലീസ് നേരത്തെ തന്നെ ബാരിക്കാഡ് വെച്ച് അവരെ തടയുകയും പിന്നീട് തെരുവിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. അവരെ സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. ജന്തർ മന്ദറിലെ സമരത്തിന് വേണ്ടി കെട്ടിയ കൂടാരം പൊളിച്ചു നീക്കി. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് നേരെ കണ്ണടയ്ക്കുകയാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ചാത്തന്നൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, എന്തു തോന്നുന്നു? ഈ സമരം അടിച്ചമർത്താനുള്ളൊരു നീക്കമാണ് നടന്നത് എന്ന് തോന്നുന്നോ, അതോ ഈ സമരം അനാവശ്യമായിരുന്നു എന്നാണോ തോന്നുന്നത്? തീർച്ചയായും ഈ സമരം ആവശ്യമാണ്. ഇന്ത്യയുടെ അഭിമാനം കാത്ത ഗുസ്തി താരങ്ങൾ, സാധാരണ ഒരു വ്യക്തി, ഞാനും നിങ്ങൾ പഠിക്കുന്ന പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ അതെ FIR ഇട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന നാടാണ് നമ്മുടെ കേരളം അടക്കമുള്ള നാട്. തികച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനവും ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ എന്തിനും ആരെയും സംരക്ഷിച്ച് കൂടെ നിർത്തും എന്നുള്ളതിന്റെ തെളിവാണ് ഗുസ്തി താരങ്ങൾ ഇത്രയോ അധികം ദിവസമായി അവർ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഒരു സാധാരണ വ്യക്തിക്കാണെങ്കിൽ എന്താണ് ഒരു പീഡന കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന്. അപ്പോൾ ഈ കേസിൽ നടപടി എടുക്കണമെന്ന ഗുസ്തിക്കാരുടെ ആവശ്യം തീർത്തും ശരിയാണ് എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. ഏതായാലും വളരെ നന്ദി രാധാകൃഷ്ണൻ ഈ അഭിപ്രായം പങ്കുവച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്, പാർലമെന്റ് മന്ദിരത്തിൻ്റെ. അവിടേക്ക് ഗുസ്തിക്കാർ പ്രതിഷേധവുമായി എത്തുന്നു. അതാണോ സർക്കാരിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകുക? നമസ്കാരം സാർ. നമസ്കാരം. സത്യത്തിൽ ഗുസ്തി താരങ്ങൾക്കെന്നല്ല, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നീതി കിട്ടുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. പിന്നെ ഈ ഗുസ്തി താരത്തിനെതിരായിട്ട് നടന്ന സംഭവം അത് അന്വേഷിക്കുകയും അതിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും നടപടിയെടുക്കുകയും വേണം. പക്ഷെ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ പ്രേരിതമായ കളിയാണ്. ഇന്ത്യ രാജ്യത്തൊട്ടാകെ ഒരു കോലാഹലം സൃഷ്ടിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിലൊന്നും ഇത്ര വലിയ പ്രക്ഷോഭമാക്കുവാനോ നമ്മുടെ പുതിയ കാര്യമില്ലേ? 11 ഗുസ്തിക്കാർ അവർക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിന് പ്രതിഷേധിക്കണ്ടേ? 11 ഗുസ്തിക്കാർ മാത്രമല്ലല്ലോ, മറ്റ് സ്പോർട്സ് താരങ്ങളും രാജ്യത്തുണ്ടല്ലോ. അവരൊക്കെ ഇതിനെതിരായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങാത്ത എന്തുകൊണ്ടാ? ഇതിൽ ഒരു പരിധി വരെ സത്യം ഉണ്ടാവാം, അർദ്ധസത്യം ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കരിവാരിത്തേക്കാൻ ഗുസ്തി താരമല്ല, കൃഷിക്കാരല്ല, ഇനി പൗരത്വത്തിന്റെ പേരിൽ ഇറക്കി നമ്മൾ കണ്ടതല്ലേ. ഇതൊന്നും പുറകോട്ട് പോകുന്ന സർക്കാരല്ല രാജ്യം ഭരിക്കുന്നത്. അല്ല, പക്ഷെ ഇവർക്ക് നടപടി, ഇവർ ഒരു പരാതി ഉന്നയിച്ചാൽ അതിൽ നടപടി വേണ്ടേ? നടപടി എടുത്തിരിക്കും. എത്ര കാലമായി? ഒരു മാസമായില്ലേ? സാധാരണഗതിയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഒരു പരാതിയുമായി വന്നാൽ 164 സ്റ്റേറ്റ്മെന്റ് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടത്. എന്താണ് ഇതിൽ അത് നടക്കാത്തത്? ഈ സർക്കാരിന്റെ തന്നെ പ്രതിനിധിയാണ് ഈ ബ്രിജ്ഭൂഷൺ, അദ്ദേഹം ഒരു MP ആണ്. അതാണ് സാർ പ്രശ്നം. ഈ രാജ്യം ഭരിക്കുന്ന തലയിൽ ആള് പാർപ്പുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. ഇത് നിങ്ങൾ പറയുന്നത് ഇവരുടെ മുഴുവൻ പരാതിയും വ്യാജമാണെന്നാണോ? ഒരു പരിധി വരെ വ്യാജമായിരിക്കാം, പക്ഷെ നടപടി എടുക്കും, കാത്തിരുന്ന് കാണാം. അല്ല, പക്ഷെ അത്ര കാത്തിരിക്കണോ? ഈ പരാതിക്കാർ ആരാണെന്ന് നമുക്കറിയില്ലേ? പരാതിക്കാർ ഏതെങ്കിലും ഒരു സർക്കാരിനെ താഴെ ഇറക്കുന്ന സ്വഭാവമുള്ള ആളാണോ? നമുക്കറിയാവുന്ന ബജ്രംഗ് പുനിയ, നമുക്കറിയാവുന്ന സംഗീത ഫോഗറ്റ്, നമുക്കറിയാവുന്ന സാക്ഷി മാലിക്. ഇന്നലെ തന്നെ അവർ തെരഞ്ഞെടുത്തത് ദുരുദ്ദേശമാണ്. ഇന്നലെ തെരഞ്ഞെടുത്തതാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചതെന്നാണ് താങ്കളുടെ അഭിപ്രായം? സർക്കാരിന് ഒരു പ്രകോപനമില്ല. സർക്കാർ സധൈര്യം ഏത് പ്രശ്നത്തിനെയും നേരിടും സത്യസന്ധമായി. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം, ഇവർക്ക് നീതിക്ക് അർഹതയില്ലേ? നീതിക്ക് 100%. പിന്നെ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ തന്നെ പറയുന്നു എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന സർക്കാരാണെന്ന്? ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഒരു പരാതി ഉന്നയിച്ചാൽ എന്തുകൊണ്ടാണ് ഒരു 164 സ്റ്റേറ്റ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ ഈ നാടിന് കഴിയാത്തത്? എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുയർത്തുന്നത് സാധാരണക്കാരല്ല. ഈ രാജ്യത്തിനു വേണ്ടി അവരുടെ വിയർപ്പും ചോരയും പ്രയോഗിച്ച്
സ്വർണ്ണ മെഡലുകൾ നേടി വാരിക്കൂട്ടിയ ഗുസ്തി താരങ്ങളാണ്, കോമൺവെൽത്ത് അതാണ് ഞാൻ ചാമ്പ്യന്മാരാണ്. പറഞ്ഞത്. ഈ സ്പോർട്സ് താരങ്ങൾ ഇവർ മാത്രമല്ല, മറ്റുള്ള സ്പോർട്സ് താരങ്ങളൊക്കെ ഇതിൽ സത്യമുണ്ടെങ്കിൽ പ്രതികരിക്കുമായിരുന്നു കൂട്ടത്തിൽ. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊരു പരിധിവരെ വ്യാജമാണെന്ന് തന്നെ ഞാൻ ചോദിക്കുന്നത്. അന്വേഷിക്കുന്നത് എങ്ങനെയാ? ആദ്യം മൊഴിയെടുത്തല്ലേ എന്നല്ലേ അന്വേഷിക്കാൻ പറ്റൂ. എന്തുകൊണ്ടാണ് മൊഴി രജിസ്റ്റർ ചെയ്യാത്തത്? പിന്നെ എങ്ങനെയാ നിങ്ങൾ അന്വേഷിക്കുക? അതൊക്കെ കാത്തിരുന്ന് കാണാം. നമുക്കതിന്റെ സത്യം അറിയാം. എല്ലാം ശരി, ഏതായാലും താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, കലാധരൻ വടക്കൻ പരവൂരിൽ നിന്ന്. ശ്രീ കലാധരൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു? എന്റെ പൊന്നു സാറേ, ഇന്നിപ്പോ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് കോടതി കാര്യമായാലും ശരി, അല്ലെങ്കിൽ രാഷ്ട്രീയമായാലും മറ്റു കാര്യങ്ങളായാലും ശരി, നടക്കുന്നതൊക്കെ വെറും ബോഷ്കാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെതിരെ കേസെടുക്കുക എന്നുള്ളതല്ലേ ഒരു ശരിയായ പോംവഴി. ഇവിടെ ഇപ്പോ കേരളത്തിലെ കാര്യം തന്നെ എടുക്കുക, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് തോന്നിയ മാതിരിയുള്ള ഭരണം, അവർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള ധാർഷ്ട്യത്തില് രണ്ടു കൂട്ടരും നടത്തുന്നത് വെറും ധിക്കാരവും ധാർഷ്ട്യവും. ജനങ്ങൾക്ക് യാതൊരു വിലയില്ല. അതാണ് വസ്തുത. കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ നന്ദി കലാധരൻ വടക്കൻ പറവൂരിൽ നിന്ന് വിളിക്കുകയും തങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ മുഹമ്മദ്. ശ്രീ മുഹമ്മദ്, അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ ഗുസ്തിക്കാർ പാർലമെന്റിലേക്ക് നീങ്ങിയത്? അതോ അവരുടെ ഏറ്റവും പ്രാഥമികമായ ഒരു ആവശ്യം വളരെ സുരക്ഷിതരായി കായിക രംഗത്ത് പെരുമാറാനുള്ള അവകാശത്തിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടമാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ഐറ്റങ്ങൾ അവിടെ സമരം ചെയ്ത് നിൽക്കൽ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. അത് എന്തിനു വേണ്ടിയാണ് ഒരു MP വരെ നേതാവ് അവരെ ബലാത്സംഗം ചെയ്തിട്ടും പിടിച്ചെറിച്ചിട്ടും വേറെതാക്കിയിട്ടുമാണ്. ഇത് രാജ്യം കണ്ടതാ. ഇപ്പൊ ഇതിലും കാണുന്നുണ്ട് വളഞ്ഞിട്ടടിക്കുന്നത്. പിന്നെ ഇതെല്ലാരും കണ്ടതാ. ഇപ്പൊ മുന്നത്തെ രണ്ടാള് പറഞ്ഞ മാതിരി ഇതിനെ പ്രതികരിക്കാതെ അവർക്ക് അനുകൂലമായിട്ട്, സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന് ചേർന്നതല്ല. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കേണ്ടതെന്നാണ് അങ്ങയുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു. ആലത്തൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ രവീന്ദ്രൻ. രവീന്ദ്രൻ, എന്തു തോന്നുന്നു? ഈ സമരം അനാവശ്യമായിരുന്നോ അവരുടെ സമരം, അതോ അവരുടെ സമരത്തെ അടിച്ചൊതുക്കുകയായിരുന്നു? ഡൽഹിയിൽ നടക്കുന്ന ഈ കാര്യം കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കൃത്യമായ അഭിപ്രായം പറ്റില്ല. എങ്കിലും നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് പറയുകയാണെങ്കിൽ ഗുസ്തി താരങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സാധാരണ മനുഷ്യരെക്കാൾ ഒരു 3 ആരോഗ്യമെങ്കിലും, അല്ലെങ്കിൽ അവർ ഗുസ്തിയാർത്തിന് കുറച്ചുകൂടി യുക്തി ഉണ്ടാവുന്ന വിചാരിക്കണേ. അതുകൊണ്ട് അതിൽ ഒരു ഭാഗികമായിട്ട് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇന്നലെ നമ്മുടെ ഈ പാർലമെന്റ് ഉദ്ഘാടനത്തിന് ഒരു ദിവസം ഇവർക്ക് ഈ സമരം മാറ്റിവെക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രം. തെറ്റും ശരിയും പറയാൻ ഞാൻ ആളല്ല. കാരണം രജിഭൂഷണ് വരെ പീഡിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾ MP ആണ്, അന്വേഷണങ്ങൾ നടക്കണം തന്നെയാണ് പറയുന്നത്. അത് അന്വേഷണം. പക്ഷേ പാർലമെന്റ് പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടന ദിവസം ഒഴിവാക്കാമായിരുന്നു. ഇന്നലെ നിങ്ങൾ ആദ്യം പറഞ്ഞു അവര് നമ്മുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനമാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയുടെ അഭിമാനമായ ഇന്നലത്തെ ഒരു ദിവസം ഒരിക്കലും ഇത് ചെയ്യരുതായിരുന്നു. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നു, ഫിൻഡോ മലയാറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെ, ഇത് BJPയിലുള്ള ഏത് നേതാക്കന്മാരും എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് മറിയിടും. BJPയിൽ ആര് ഭരിച്ചാലും അവരിപ്പോ വടക്കേന്ത്യ തന്നെ അറിഞ്ഞൂടെ? നമ്മള് കൃഷിക്കാരികളുടെ അടുത്തേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ മന്ത്രിയുടെ മോനെ അറസ്റ്റ് ചെയ്തോ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അതായത് BJPയിൽ ആര് വരണോ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗുസ്തി താരങ്ങൾക്കും ഈ അവഗണന നേരിടേണ്ടി വന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്, അല്ലേ? ഇതെന്ന് പറഞ്ഞാല് ഒരാള് പറഞ്ഞു, വർക്കലയിലുള്ള ഒരാളല്ല, വടകരയിലുള്ള ഒരാൾ പറഞ്ഞു അത് ശരിയല്ല. ഈ ഗുസ്തി താരങ്ങളുടെ കീഴിലുള്ള ഇവര് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ സംഗതി ആയ കുഴപ്പമില്ലേ? അവരെന്തെങ്കിലും പറഞ്ഞ് അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. അല്ല, സിനിമയിൽ കാണിക്കാറില്ലേ നമുക്ക്? സിനിമയിൽ കാണുന്നതിന്റെ ജീവിതത്തിൽ കാണുന്നതും സിനിമയിൽ വന്നു. വളരെ നന്ദി ഷിൻഡോ മലയാറ്റൂരിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ജോസഫ്. കായിക രംഗത്തൊക്കെ ഉള്ള ആളാണോ ജോസഫ്? ഞാൻ കായികശേഷി കുറഞ്ഞ ആളാ. പക്ഷെ എനിക്ക് കായികശേഷി കൂടിയിട്ടുള്ള കുറെ
മാന്യമായുള്ള ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വളരെ ഉന്നത നിലവാരം. അതായത് കേന്ദ്രം കേരളത്തിലെ കടം വെട്ടിച്ചുരുക്കിയപ്പോൾ 78% ആൾക്കാർ തന്നെ അനുകൂലിക്കുകയും 3 ആളെ സ്തുതിക്കുകയും ചെയ്തു കേന്ദ്രത്തിൽ. അതിൽ CPM കാരനെന്ന് അവകാശപ്പെടുകയും ചെയ്തു. അപ്പൊ ഉന്നത നിലവാരം പെടുത്തുന്ന പ്രേക്ഷകരാണ് ഇതിലുള്ളതെന്നുള്ളത് വലിയ സന്തോഷമുണ്ട് എനിക്ക്. അതായത് കേരളത്തിന്റെ കഴുത്തിൽ കത്തി വെച്ചപ്പോ 78% ആൾക്കാർ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. വളരെ വളരെ സന്തോഷം. നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു, നിങ്ങളുടെ ചാനലും നിങ്ങളുടെ പ്രേക്ഷകരും. വളരെ നന്ദി ശ്രീ ജോസഫ്, തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഗോവിന്ദൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. നമസ്കാരം ഗോവിന്ദൻ, എവിടുന്നാ വിളിക്കുന്നത്? മനുഭരത്, ഗുഡ് ഈവനിങ്. നമസ്കാരം. ഗുഡ് ഈവനിങ്. എവിടുന്ന് വിളിക്കുന്നു? മനുഭരതല്ലേ? അതെ അതെ. എന്റെ അന്വേഷണം ശ്രീ KP അഭിലാഷെ കൂടെ ഒന്ന് അറിയിക്കണം. അതെ അതെ, അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ താങ്കളുടെ അഭിപ്രായം അഭിവാദ്യം. ഇനി എന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഗുസ്തി താരങ്ങളുടെ പ്രശ്നമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും കേസെടുത്തിട്ട് പിന്നെ ത്വരിതമായിട്ട് ഈ 164 ഒക്കെ എടുത്ത് നടപടി മുന്നോട്ട് കൊണ്ടുവരണം. ഈ മോദിജി ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം കൊണ്ട് ഇവര് കൊണ്ട് കളയും. നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ അദ്ദേഹം അറിയുന്നില്ലേ ഈ ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങള് പിടിച്ചകത്തിടണം. അതാ വേണ്ടത്. ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നവരൊന്നും വെച്ചോണ്ടിരിക്കല്ലേ. പാർട്ടിക്ക് മോശമാണ്, അങ്ങനെ കളങ്കപ്പെടുത്തും അല്ലേ സർക്കാരിന്റെ. കാരണം മോദിജിയുടെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് ആര് തെറ്റ് ചെയ്താലും തെറ്റുകാരനല്ലേ, അല്ലെങ്കിൽ പിന്നെ വിടാമല്ലോ. ഇത് അന്വേഷണം നടക്കട്ടെ. ഇത്രയും നാളായിട്ട് ഇവരൊക്കെ പിന്നെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി തന്നവരല്ലേ. ഏതായാലും പോലീസ് അവരുടെ മൊഴിയെടുത്ത് അന്വേഷണത്തിലേക്ക് കടക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ഗോവിന്ദൻ, അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിനും ഒപ്പം തന്നെ KP അഭിലാഷിനെ താങ്കളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, സുരേഷ് എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കൊല്ലം. കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. കൊല്ലത്ത് എവിടെ നിന്നാ? കൊല്ലം അഞ്ചൽ. കൊല്ലത്ത് അവിടെ ഈ ഗുസ്തിക്കാരൊക്കെ ഉണ്ടാവും. കൊല്ലം വളരെ ബോക്സിങ്ങിന് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. പക്ഷേ അഞ്ചൽ അവിടെ ഗുസ്തി കുറവാണ് അല്ലേ? പക്ഷെ എന്ത് തോന്നുന്നു ഈ ഗുസ്തിക്കാരുടെ ഈ പ്രയാസങ്ങളും ഇതൊക്കെ കണ്ടിട്ട്? ഗുസ്തിക്കാർ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്ത ദിവസം തെറ്റായി പോകുന്നു തോന്നുന്നുണ്ടോ, അതോ അവരുടെ പ്രശ്നങ്ങൾ? ഒരു തെറ്റുമല്ല. എന്താണ് തോന്നുന്നത്? കാരണം ഈ പാർലമെന്റ് ഉദ്ഘാടനത്തിനന്ന് പ്രസിഡന്റിനെ പോലും ഒഴിവാക്കുന്ന ഈ രാജ്യത്ത് അവരുടെ പ്രതിഷേധം, ഗുസ്തിക്കാരുടെ പ്രതിഷേധം അന്ന് തന്നെ ചെയ്യണമെന്നുള്ളതായിരുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന ഗുസ്തി താരങ്ങളെ ഇത്തരത്തിൽ അവഹേളിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറയുന്നത് ഈ ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മോശമായ കാര്യമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി. സാധാരണക്കാരനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവൻ എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അതെ, അകത്തായി പോയേനെ അല്ലേ? ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് ശ്രീ സുരേഷ്. ഒരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്, രാജീവൻ. കണ്ണൂരിൽ എവിടെയാണ് താമസം? ഞാൻ കണ്ണൂരിലെ കൂത്തുപറമ്പിനടുത്താണ്. കൂത്തുപറമ്പ് ആ പ്രദേശങ്ങളൊക്കെ പണ്ട് കളരിക്കൊക്കെ പ്രശസ്തമായ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഗുസ്തി അവിടെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? രാജീവൻ ഈ കായിക രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? കായിക രംഗവുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഈ ചർച്ച കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. കുറച്ച് ദിവസമായി ഇങ്ങനെ പ്രതികരിക്കണം എന്ന് വിചാരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്നലത്തെ സംഭവം കണ്ടപ്പോ നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ മുന്നിൽ നമ്മൾ തലകുനിച്ച് നിന്നുപോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമുക്കൊക്കെ ഇത്രയധികം മെഡലൊക്കെ നേടിത്തന്നിട്ടുള്ള ഈ പ്രശസ്തരായ ഗുസ്തി താരങ്ങളെയൊക്കെ വലിച്ചിഴച്ച് ഒരു തീവ്രവാദികളോട് കാണിക്കുന്ന പോലെയുള്ള കളിയല്ലേ ഈ മോദി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ MPക്കെതിരെ ഒരു നടപടി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഭയക്കുന്നത് എന്നാണ് എനിക്ക് സംശയം. ഒരു ചോദ്യമായി അത് ഉയരുകയാണ് അല്ലേ? ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ചോദ്യം അത് രാജ്യത്ത് പടരുകയാണ് എന്നത് തന്നെയാണ് താങ്കളും പറയുന്നത്. ഏതായാലും വളരെ നന്ദി രാജീവൻ, കണ്ണൂരിൽ നിന്ന് പ്രതികരിക്കണമെന്ന് തോന്നി വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകും, പക്ഷേ ഈ വിഷയം നമ്മൾ തുടർന്നും ചർച്ച ചെയ്യും. പൊതുവേദി തുടരുന്നു. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് നേരെ സർക്കാർ കണ്ണടയ്ക്കുകയാണോ എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു. തൃശ്ശൂരിൽ നിന്ന് ജിജോ, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ജിജോന് എന്ത് തോന്നുന്നു ഈ പ്രതിഷേധം കണ്ടിട്ട്? ഈ പ്രതിഷേധത്തിലെ ഗുസ്തി താരങ്ങള് രാജ്യത്തിനു വേണ്ടി മെഡൽ നേടി കൊടുത്ത ഗുസ്തി താരങ്ങളെ ഇന്നലെ ഈ ഡൽഹിയില് ജന്തർ മന്ദിർ ഈ പാർലമെന്റ് ഉദ്ഘാടനത്തിന് സമയത്ത് അവർ പ്രതിഷേധങ്ങളായിട്ട് ഉയർത്താൻ വന്നപ്പോൾ അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് വളരെ ദയനീയ ഒരു അവസ്ഥയായിരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ?
അപ്പൊ ഇവര് ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു മാസക്കാലമായിട്ട് ഈ ഗുസ്തി താരങ്ങൾ സമരം ചെയ്യുന്നു? അപ്പോൾ ഈ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തി ഇവർക്ക് എന്തുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വർത്തിക്കൂടാ? MP-യെ മാറ്റി നിർത്തി സത്യാവസ്ഥ അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാണ് തൃശ്ശൂരിൽ നിന്ന് ജിജോ അവകാശപ്പെടുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ദീപുവിന് എന്ത് തോന്നുന്നു ഈ പ്രതിഷേധം കണ്ടിട്ട്? ഇത് ആവശ്യമായിരുന്ന ഒരു പ്രതിഷേധമായിരുന്നില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എപ്പോഴും ഈ സ്പോർട്സ്മാൻമാര് ഒരു ജലദോഷം വന്നാൽ പോലും ഈവൺ ഒരു ദിവസം പോലും അവരുടെ പ്രിലിമിനറി ആയിട്ടുള്ള ഈ പ്രാക്ടീസസ് ഒന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്പോർട്സ്മാന്റെ ഇത് നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ അത് ബാക്കിലോട്ട് പോകും. പിന്നെ അത് പല ദിവസങ്ങളെടുത്ത് വേണം മുന്നോട്ട് വരാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് അറിയാവുന്ന അവര് അവിടെ ഇരുന്ന് സമരം ചെയ്യുമ്പോൾ അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു, അതായത് ഈ ഗുസ്തി താരങ്ങളായതുകൊണ്ട് പീഡിപ്പിക്കാൻ വരുമ്പോൾ അവർ ഗുസ്തിയുടെ ഓതിരം കടകം ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് അവരങ്ങ് ചെയ്യുമെന്ന്. ഇത്ര വിവരം കെട്ട ഇങ്ങനെയുള്ള സംഖ്യകള് ഇങ്ങനെയാണോ ഈ പിന്നെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞു നിൽക്കുന്നത്? ഈ പറയുന്ന ഇവര് കൊണ്ടുവന്ന മെഡലുകൾ എത്ര, അതെല്ലാം കാണിച്ചുകൊണ്ട് ഇവര് രാജ്യസ്നേഹം പറഞ്ഞതല്ലേ? എന്നിട്ട് ഇത്തരത്തിൽ വിവരക്കേട് പറയുന്നതിന് ഈ ബ്രിജ്ഭൂഷൺ എന്താ അയാളുടെ ആ പീഡിപ്പിച്ച ആ മനുഷ്യനാണോ ഈ ഗുസ്തി താരങ്ങളാണോ വലുത്? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മോഡി ഇയാളുടെ മുന്നിൽ മുട്ടുപറയ്ക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇയാളെ ഇത്രയും ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി ഇന്ത്യ മുഴുവൻ കേഴുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വേണ്ടി എന്തുകൊണ്ട് മുട്ടുവിറയ്ക്കുന്നു? ആ മുട്ടുവിറയ്ക്കുന്നത് എന്തിനെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലേ? എത്ര ദിവസമായി ഇത് തന്നെയാകും. ഇതിപ്പോ ഇവർ അവഗണിച്ചാൽ ഇത് തന്നെയാവും മോഡിയുടെ താഴെ വീഴാനുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ മുന്നേറ്റം ഇതിന്റെ ബാക്കിൽ നിന്ന് ആവുന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. മോഡി ഇതിന്റെ പേരിൽ തന്നെ തട്ടിത്തടഞ്ഞ് താഴെ വീഴും. അല്ലെങ്കിൽ ഇവർക്കുള്ള നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ 164 ഇട്ടില്ലെങ്കിൽ 164 ഇടണ്ടേ? അതെന്താ ഇടാത്തത്? ഈ പറയുന്ന പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെൺകുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചാൽ പോലും പീഡനത്തിന്റെ ഇതിനകത്താ വരുന്നത്, നോക്കിയാൽ പോലും പീഡനത്തിന്റെ ഇതിനകത്താ വരുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ പറയാമോ? ഇത്തരം കാര്യങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ? അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്തേ ഒരു BJP-കാരൻ പോലും എന്തേ PT ഉഷയ്ക്ക് അതിന് കഴിയാഞ്ഞത്? PT ഉഷ അവിടെ ചെന്ന് നിന്നിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോ അവിടെ നിന്ന് പ്രശ്നം വന്ന് ഓടി അവര്. അങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സ്പോർട്സ് താരമാണ് PT ഉഷ. അവർക്ക് തന്നെ അറിയാം ഈ താരങ്ങൾ ഒരു ദിവസം അവർ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എത്രത്തോളം അവർ ബാക്കിലോട്ട് പോകുമെന്ന് അറിയാവുന്ന PT ഉഷ ഇവർക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ സ്പോർട്സിന്റെ ഇന്ത്യൻ ഹെഡായിട്ട് ഇരിക്കുന്നത്? ഇത് ഇന്ത്യക്കാർ ചോദിക്കണ്ടേ? ഏതായാലും വളരെ നന്ദി ദീപു. സമയക്കുറവ് കൊണ്ടാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. സലീം കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ സലീമിന് എന്ത് തോന്നുന്നു? ഇതില് ഞാനൊരു സ്പോർട്സ് താരമായിരുന്നു, വെറ്ററാണ്. എന്ത് സ്പോർട്സ് ആണ് സലീം ചെയ്തിരുന്നത്? ത്രോ സൈറ്റും ചെയ്തിരുന്നു. PT ഉഷയുടെ ഒക്കെ കാലത്താണ് കേട്ടോ. അത് ശരി. ഏതാ ഡിസ്കസ് ത്രോ ആണോ അതോ ഷോർട്ട് പുട്ട് ആണോ? ഞാൻ ഷോർട്ട് പുട്ടും ജാവലിനും. ഷോർട്ട് പുട്ട് ജാവലിൻ. സാർ, എനിക്കിതില് പറയാനുള്ളത്, ഇതില് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് ഇപ്പൊ സ്പോർട്സില്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സ്പോർട്സില് അതിന്റെ ഹെഡായിട്ട് വരേണ്ടത് ഇപ്പോ ഗുസ്തിയാണ്. ഗുസ്തി താരത്തിലെ അതിലെ നാഷണൽ പ്ലേയേഴ്സ് 2 സ്ത്രീകളും 1 പുരുഷനും. അതേപോലെ മറ്റേ റിലേ അങ്ങനെയുള്ള ഓട്ടം അത്ലറ്റിക്സ് വരുമ്പോ അതിലെ 2 സ്ത്രീകളും 1 പുരുഷനും. ഇതിന്റെ ഹെഡായിട്ട് വന്നാൽ ഈ പ്രശ്നം നിൽക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ആളുകൾ ഈ ഫെഡറേഷന്റെയൊക്കെ തലപ്പത്തേക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഈ MP-മാരെയും സമ്പന്നരെയും ഒക്കെ പ്രതിഷ്ഠിക്കുന്നത് ഈ മത്സരങ്ങൾ നടത്താനുള്ള ചെലവ് കണ്ടെത്താനൊക്കെ ഉള്ളൊരു കുറുക്കു വഴിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഗവൺമെന്റ് ഏറ്റെടുത്ത് അതിനുള്ള ഫണ്ട് സർക്കാർ കൊടുക്കണം. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. സമയക്കുറവ് കൊണ്ടാണ്. ചാലക്കുടിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. ബൈജു, ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് തോന്നുന്നു ബൈജുവിന് ഈ പ്രതിഷേധം കണ്ടിട്ട്? ഹലോ, നമ്മുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു വടിയുടെ മുന്നിൽ കിടന്ന് നമസ്കരിക്കുന്ന ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടെ ഇതിലിപ്പോ സാമൂഹ്യ മാധ്യമത്തിൽ എല്ലാത്തിലും പ്രചരണത്തിലല്ലോ. സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ പ്രധാനമന്ത്രി കാൽക്കൽ വീഴേണ്ട ഈ ഗുസ്തി താരങ്ങളുടെ മുന്നിലാണ്. അവരുടെ മാനം പണയം വെച്ചിട്ടാണ് അവർ ഈ ഇതിന് പോരാട്ടത്തിന് നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത് എന്നാണ് താങ്കളും അഭിപ്രായപ്പെടുന്നത് അല്ലേ? യെസ്. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ഈ ചോദ്യം
ഗുസ്തി താരങ്ങൾക്ക് നീതി നിഷേധിക്കുന്നുണ്ടോ, അവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണോ എന്ന ചോദ്യം ന്യൂസ് 18 യൂട്യൂബിലൂടെ പങ്കുവച്ചു. 82% പേർ അവർക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്നു എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. 18 പേർ അല്ല എന്ന് മറുപടി നൽകിയിരിക്കുന്നു. ഏതായാലും നമ്മൾ ഓർക്കേണ്ട ഒരു ചെറിയ കാര്യം, ബജ്രംഗ് പൂനിയ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാകയേന്തി നിന്ന ബജ്രംഗ് പൂനിയ, അതുപോലെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ സാക്ഷി മാലിക്, പ്രശസ്തനായ ഗുസ്തി താരത്തിൻ്റെ മഹാവീർ ഫോഗറ്റിൻ്റെ മക്കൾ സംഗീത ഫോഗറ്റും വിനേഷ് ഫോഗറ്റും, അങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനം എക്കാലത്തും ഉയർത്തുപിടിച്ച കായിക താരങ്ങൾ തെരുവിലൂടെ വലിച്ചഴക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.